അടുത്തതായിട്ട് 668 നാമം ബ്രഹ്മകൃത് ബ്രഹ്മ. ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് ബ്രഹ്മ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാമങ്ങളാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മകൃത് ബ്രഹ്മ എന്നുള്ള നാമം, അതിൻ്റെ ഭാഷ്യം നോക്കാം. ആ ജീവാത്മാവിൽ നിന്നും ഉണ്ടായ മഹത്ത്, അഹങ്കാരം തുടങ്ങിയവയും ബ്രഹ്മമാണ്, തടസ്സമില്ലാതെ വിസ്തരിക്കുന്നതുകൊണ്ട്. ബ്രഹ്മശബ്ദം വലിപ്പം ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നാമത്തിലും അങ്ങനെയായിരുന്നു, ഈ നാമത്തിലും അങ്ങനെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, പ്രകൃതി മുതലായിട്ടുള്ള മുഴുവനും അളവില്ലാതെ വിസ്തരിച്ച് കിടക്കുന്നത് കൊണ്ട് അത് ബ്രഹ്മമാണ്. ജീവാത്മാവും ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു. കാരണം ജീവാത്മാവും വലുതാണ്. ജീവാത്മാവിനും എണ്ണമറ്റ രീതിയിലാണ് ജീവാത്മാവും പരന്നു കിടക്കുന്നത്. ഓരോ ജീവനായിട്ട് ഓരോ ശരീരത്തിൻ്റെയും അകത്ത് കയറി എണ്ണമില്ലാതെ കിടക്കുന്നത് കൊണ്ട്, അപ്പോൾ വലുതാണ് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മശബ്ദം. ഇവിടെയും ബ്രഹ്മകൃത് ബ്രഹ്മ എന്നുള്ള നാമം കൊണ്ട് അതേ അർത്ഥമാണ് പറയുന്നത്. ജീവാത്മാവിൽ നിന്നുണ്ടായ, ജീവാത്മാവ് ബ്രഹ്മമാണ്, അപ്പൊ ജീവാത്മാവിൽ നിന്നും ഉണ്ടായ മഹത്ത്, അഹങ്കാരം തുടങ്ങിയവയും ബ്രഹ്മമാണ്, തടസ്സമില്ലാതെ വിസ്തരിക്കുന്നത് കൊണ്ട്. മഹത്ത് പുരുഷൻ, പ്രകൃതിയിൽ നിന്ന് ജീവാത്മാവ് ബ്രഹ്മമാണ്, പ്രകൃതിയും ബ്രഹ്മമാണ്. ജീവാത്മാവിൽ നിന്നും വരുന്നതാണ് മഹത്ത് ഓരോ ജീവനിലും ഓരോ അണുവിലും വരുമ്പോൾ അത് ബുദ്ധിയായി മാറും. ഇപ്പൊ മഹത്ത്, പിന്നെ അഹങ്കാരം, ഓരോ ജീവനിലും ഞാൻ എന്ന ഭാവം, ഇതും ബ്രഹ്മം തന്നെയാണ്. ഇതും പരമമായതാണ്, തടസ്സമില്ലാതെ വിസ്തരിക്കുന്നതുകൊണ്ട്. ഇതും തടസ്സമില്ലാതെ ഇഷ്ടം പോലെ നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ജീവന്മാരെ പോലെ തന്നെ മഹത്തും അഹങ്കാരവും ഭഗവാന്റെ അതേ രീതിയിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, വലിപ്പത്തോടു കൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തടസ്സമില്ലാതെ വിസ്തരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ബ്രഹ്മകൃത് ബ്രഹ്മ എന്ന് നാമം. തുടർന്ന് പറയുന്നു, ആ ബ്രഹ്മത്തിൽ നിന്നും നാമരൂപമാകുന്ന ഈ ലോകവും ഉണ്ടാകുന്നു. അതായത് മഹത്ത്, അഹങ്കാരം, ഇതിൽ നിന്ന് നാമരൂപങ്ങളായിട്ടുള്ള ഈ ലോകം ഉണ്ടാകുന്നു. പഞ്ചതന്മാത്രകൾ, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അങ്ങനെയുള്ള ഈ ലോകമുണ്ട്. അതല്ല, ലോകം എങ്ങനെയാണ്? നാമവും രൂപവും ചേർന്നതാണ് ആ ലോകത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മകൃത് ബ്രഹ്മ, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, ബ്രഹ്മകൃത്തായിട്ടുള്ള ഭഗവാൻ, അതായത് അഹങ്കാരത്തെയും മഹത്തിനെയും ഉണ്ടാക്കുന്ന ഭഗവാൻ, ബ്രഹ്മകൃത് ബ്രഹ്മ. അപ്പൊ അതിലെ ആദ്യത്തെ ബ്രഹ്മം എന്ന് പറയുന്നത് അഹങ്കാരവും മഹത്വമാണ്. അപ്പൊ അഹങ്കാരത്തെയും മഹത്തത്വത്തിനെയും ഉണ്ടാക്കുന്ന പരമമായിട്ടുള്ള ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മകൃത് ബ്രഹ്മ എന്ന നാമം. അതിന് വേറൊരു രീതിയിലും അർത്ഥം പറയുന്നു. ആ ലോകത്തിൻ്റെ സ്രഷ്ടാവ് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിനെയും നിയമിക്കുന്നത് ഭഗവാനായതിനാൽ ബ്രഹ്മകൃത് ബ്രഹ്മ എന്ന് നാമം. രണ്ടർത്ഥത്തിൽ ഈ നാമം പ്രയോഗിച്ചിരിക്കുന്നു. മഹത്ത്, അഹങ്കാരം തുടങ്ങിയവയെ ഉണ്ടാക്കുന്ന ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലും, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെ ഉണ്ടാക്കുന്ന ഭഗവാൻ എന്നർത്ഥത്തിലും. ബ്രഹ്മകൃത് ആയിട്ടുള്ള ബ്രഹ്മം, വലുതിനെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള വലുത്. അടുത്തത് 669 നാമം ബ്രഹ്മ എന്നുള്ള നാമം. അതിൻ്റെ ഭാഷ്യം പറയുന്നു, വ്യക്തവും അവ്യക്തവുമായ സമഷ്ടി വ്യഷ്ടി പുരുഷന്മാരെ
നിരതിശയവും മംഗളകരങ്ങളുമായ ഗുണങ്ങളെ കൊണ്ട് വലുതാക്കുന്നു. സ്വരൂപ ഗുണവിഭവങ്ങളെ കൊണ്ട് സ്വയം വലുതാകുകയും ചെയ്യുന്നു എന്നതിനാലും അപ്രകാരം വലുതാകാൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ലാത്തവനും വേദാന്ത ശാസ്ത്രം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നവനുമാണ് ഭഗവാൻ എന്നതിനാലും ബ്രഹ്മ എന്ന് നാമം. അപ്പം പല 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 കാരണങ്ങളാൽ, ഒന്നിലധികം രണ്ടിലധികം കാരണങ്ങളാൽ ബ്രഹ്മശബ്ദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. എന്താണ്? വ്യക്തവും അവ്യക്തവുമായ സമഷ്ടി വ്യഷ്ടി പുരുഷന്മാരെ നിരതിശയവും മംഗളകരങ്ങളുമായ ഗുണങ്ങളെ കൊണ്ട് വലുതാക്കുന്നു. വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള സമഷ്ടി വ്യഷ്ടി പുരുഷന്മാരെ, പലതരത്തിലുള്ള ജീവന്മാരെ, നമ്മളെ പോലുള്ള നിരവധി ജീവന്മാരെ തൻ്റെ നിരതിശയവും മംഗളകരങ്ങളുമായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട്, നിരതിശയം അതീത്യ ശയതി ഇത്യതിശയ, അതായത് അതീതമായിട്ട് ശയിക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു, അതാണ് അതിശയം. നിരതിശയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് അതീതമായിട്ട് ആരും നിലനിൽക്കാത്തത്. അപ്പൊ ഏറ്റവും ഉയർന്നത് അതാണ് നിരതിശയം. ഏറ്റവും ഉയർന്നതുമായിട്ടുള്ള മംഗളകരങ്ങളായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട് ജീവന്മാരെ വലുതാക്കുന്നു. ജീവന്മാരെ വലുതാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾക്ക് ഓരോരുത്തർക്കും, നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിനും നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും ഉയർന്ന ഗുണഗണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. സ്വരൂപ ഗുണവിഭവങ്ങളെ കൊണ്ട് സ്വയം വലുതാകുകയും ചെയ്യുന്നു. തൻ്റെ സ്വരൂപമായിട്ടുള്ള ഗുണവിഭവങ്ങൾ, ഭഗവാന്റെ ഗുണങ്ങൾ, ജ്ഞാനം തുടങ്ങിയിട്ടുള്ള, ജ്ഞാനം, ഐശ്വര്യം തുടങ്ങിയിട്ടുള്ള, ശക്തി തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ കൊണ്ട് സ്വയം എപ്പോഴും മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. താൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിനും നിരന്തരമായിട്ട് മാറ്റം വരുത്തുന്നുണ്ട്. അങ്ങനെ അപ്രകാരം വലുതാകാൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ലാത്തവനും, ഈ മാറ്റം വരാൻ ഭഗവാനും തൻ്റെ സ്വരൂപത്തിൽ മാറ്റം വരുത്താൻ ഭഗവാന് വേറൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ തന്നെ ശക്തനാണ്. അപ്രകാരം വലുതാകാൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ലാത്തവനും വേദാന്ത ശാസ്ത്രം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നവനുമാണ് ഭഗവാൻ. ശ്രുതി, വേദാന്ത ശാസ്ത്രം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശ്രുതി. ഏത് ശാസ്ത്രം ആയാലും, ഇത് വേദാന്തം, ശ്രുതി, സ്മൃതി, പുരാണം, ആഗമം, അതെന്തു ആവാം. ഈ ശാസ്ത്രങ്ങളെ കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ. ഈ ഭഗവാനെ അറിയണം എന്നുണ്ടെങ്കിൽ ഇത്തരം ശാസ്ത്രങ്ങളുടെ പഠനം അനിവാര്യമാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയും. ഈ ശാസ്ത്ര പഠനങ്ങളിലൂടെ മാത്രം അറിയാൻ സാധിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ബ്രഹ്മ എന്ന് നാമം. ഇത്രയും അർത്ഥമാണ് ബ്രഹ്മശബ്ദത്തിന് പുറകെ ഉള്ളത്. ബ്രഹ്മത്വാത് ബ്രഹ്മണത്വാച്ച ബ്രഹ്മേതി പരികീർത്യതേ. സ്വയം വലുതായി നിലനിൽക്കുകയും തന്നെയും മറ്റു പ്രപഞ്ച വസ്തുക്കളെയും എപ്പോഴും വലുതാക്കുകയും ചെയ്യുന്നു എന്നതിനാൽ ബ്രഹ്മ എന്ന് നാമം. സ്വയവും വലുതാണ്, ചുറ്റും തൻ്റെ ഈ പ്രപഞ്ചത്തെയും നിരന്തരം വലുതാക്കുകയും ചെയ്യുന്നു. ബൃഹത്വാത് ബ്രഹ്മണത്വാത് ബ്രഹ്മേതി പരികീർത്യത. അതുകൊണ്ട് ബ്രഹ്മ എന്ന് നാമം. അടുത്തത് 670 നാമം. ബ്രഹ്മവിവർദ്ധന. ബ്രഹ്മത്തെ വിശേഷമായിട്ട് വർദ്ധിപ്പിക്കുന്നവൻ, അതാണ് ബ്രഹ്മവിവർദ്ധന. ഭാഷ്യകാരൻ പറയുന്നു, എല്ലാത്തിനും നിമിത്തമായ ധർമ്മത്തെ കുറിക്കുന്ന തപസ്സും ബ്രഹ്മമാണ്. ഇവിടെ ബ്രഹ്മവിവർദ്ധന എന്നുള്ളതിൽ ബ്രഹ്മശബ്ദത്തിന് തപസ് എന്നാണ് അർത്ഥം. തപസ് എന്താണ്? തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം.
ധർമ്മമാണ് തപസ്. എല്ലാത്തിനും നിമിത്തമായ ധർമ്മത്തെ കുറിക്കുന്ന തപസ്സും ബ്രഹ്മമാണ്. ധർമ്മം എന്ന വാക്കുകൊണ്ട് ഉപലക്ഷിതമായിട്ടുള്ള ധർമ്മം കൊണ്ട് എന്ന വാക്കുകൊണ്ട് കുറിക്കുന്നത് തപസ്സാണ്. അല്ലെങ്കിൽ തപസ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ധർമ്മമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം, നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള ആ സ്വഭാവത്തിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മമാണ് തപസ്. ആ തപസ് ബ്രഹ്മമാണ്. തപസ് പരമമായതാണ്. ആ തപസ്സിനെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നു, വിശേഷേണ വർദ്ധിപ്പിക്കുന്നു. തപോ ബ്രഹ്മ ഇതി ശ്രുതേഹ, തപസ് ബ്രഹ്മമാണ് എന്ന് ശ്രുതികളിൽ പറഞ്ഞിരിക്കുന്നു. തപസ്, ഈശ്വരനെ അറിയാനുള്ള മാർഗം അല്ലെങ്കിൽ ഈശ്വരനെ അറിയാനുള്ള വഴി, അതാണ് തപസ്. ആ തപസ് ബ്രഹ്മമാണ്. ശിവസൂത്രത്തില് ഉദ്യമോ ഭൈരവ എന്നൊരു സൂത്രമുണ്ട്. അതായത് ഭൈരവൻ എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ശിവബോധം. അതിനെ അറിയാനുള്ള ഉദ്യമം അത് തന്നെയാണ്. നമ്മളിതിനു മുമ്പ് വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഭഗവാനെ അറിയാനുള്ള വഴി, മാർഗം ഭഗവാൻ തന്നെയാണ്. അത് ഏത് മാർഗവും ആയിക്കോട്ടെ, അത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, തപസ് ബ്രഹ്മമാണ്. തപസ്സിലൂടെയാണ് ഈശ്വരനെ അറിയുക. ആ ഈശ്വരൻ, അങ്ങനെയുള്ള ആ തപസ്സും ഈശ്വരനാണ്. അപ്രകാരമുള്ള ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നു എന്നതിനാൽ ബ്രഹ്മവിവർധന എന്ന് നാമം. അപ്പൊ തൻ്റെ ധർമ്മത്തിനനുസരിച്ച് മുന്നോട്ട് പോകലാണ് തപസ്. ആ തപസ്സിനെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നു എന്നതിനാൽ ബ്രഹ്മവിവർധന എന്ന് നാമം. അടുത്തത് 671 നാമം. ബ്രഹ്മവിത്ത്, ബ്രഹ്മത്തെ അറിയുന്നവൻ. ബ്രഹ്മത്തെ വർദ്ധിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞു, ബ്രഹ്മത്തെ അറിയുന്നവൻ. ഇവിടെ എല്ലാത്തിനും ബ്രഹ്മ ശബ്ദത്തിന് പല പല അർത്ഥങ്ങളാണ് ഭാഷ്യകാരൻ പറയുന്നു, അതിനെ പ്രതിപാദിക്കുന്ന വേദങ്ങളും ബ്രഹ്മം തന്നെയാണ്. ഏതിനെ പ്രതിപാദിക്കുന്ന? ഈശ്വരനെയും ഈശ്വരനിലേക്ക് എത്താനുള്ള തപസ്സിനെയും പ്രതിപാദിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങൾ. ഞാൻ വേദങ്ങൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് വിവിധ ശാസ്ത്രങ്ങൾ. നേരത്തെ പറഞ്ഞ വേദ, പുരാണ, ഇതിഹാസ, ശ്രുതി, സ്മൃതി, ആഗമങ്ങൾ, ഇതും ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ വഴി, തപസ് ബ്രഹ്മമാണ്. ഈ ഭഗവാനെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും ബ്രഹ്മമാണ്. ബ്രഹ്മ അധ്യേഷ്യമാണഃ ഇത്യാദേഹ. അപ്പൊ വേദങ്ങൾ ബ്രഹ്മമാണ് എന്നുള്ള പ്രമാണമാണ് പറയുന്നത്. ബ്രഹ്മ അധ്യേഷ്യമാണഃ കഠോപനിഷത്തിൽ പറയുന്നതാണ്. ബ്രഹ്മത്തെ അധ്യയനം ചെയ്യുന്നവൻ എന്ന്, വേദാധ്യയനം ചെയ്യുന്നവനെ പറയുന്നതാണ് ബ്രഹ്മത്തെ അധ്യയനം ചെയ്യുന്നവൻ. ശ്രുതി പ്രമാണമാണ്. അപ്പൊ ബ്രഹ്മം എന്നുള്ളത് വേദം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അനന്തമാണ് വേദങ്ങൾ. അവയെ മുഴുവനായും അറിയുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ബ്രഹ്മവിത്ത് എന്ന് നാമം. അപ്പോൾ ഭഗവാനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വേദങ്ങളും അത് അനന്തമാണ്. വേദങ്ങൾ എന്ന് പറയുന്നത് അനന്തമാണ്. വേദം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, അത് അനന്തമാണ്. അതിനെ ഭഗവാന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മവിത്ത് എന്ന് നാമം. തുടർന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പറയുന്നതാണ്, അനാദിനിധനം ബ്രഹ്മ ന ദേവാ നാരിഷയോ വിദുഹു ഏകസ്തദ്വേദ ഭഗവാൻ ധാതാ നാരായണ സ്വയം. ആദിയും അന്തവും ഇല്ലാത്തതാണ് ബ്രഹ്മം. അതിനെ ദേവന്മാരോ ഋഷിമാരോ അറിയുന്നില്ല. എല്ലാത്തിനെയും ധരിക്കുന്നവനായ ഭഗവാൻ നാരായണൻ മാത്രമാണ് അതിനെ അറിയുന്നത്.
അപ്പോൾ വേദം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങൾ ബ്രഹ്മമാണ്, അതിനെ അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മവിത്ത് എന്ന് നാമം. അടുത്തത് 672 നാമം ബ്രാഹ്മണ. ഭാഷ്യകാരൻ പറയുന്നു, വേദാർത്ഥത്തെ വ്യവസ്ഥാപനം ചെയ്യാനായി സ്വയം അത്രി തുടങ്ങിയ ഗോത്രങ്ങളിൽ ദത്താത്രേയൻ തുടങ്ങിയ ബ്രാഹ്മണരായി ജനിച്ചതിനാൽ ബ്രാഹ്മണ എന്ന് നാമം. അപ്പോൾ ബ്രഹ്മമായിട്ടുള്ള വേദങ്ങളെ അധ്യയനം ചെയ്യാൻ വേണ്ട രീതിയിൽ വ്യവസ്ഥാപനം ചെയ്യാൻ വേണ്ട രീതിയിൽ മനസ്സിലാക്കി അതിനെ സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ സ്വയം അത്രി തുടങ്ങിയ ഗോത്രങ്ങളിൽ ദത്താത്രേയൻ തുടങ്ങിയ ബ്രാഹ്മണരായി ജനിക്കുന്നു എന്നതിനാൽ. അത്രി മുതലായിട്ടുള്ള ഗോത്രങ്ങളുണ്ട്, ഋഷിമാരുടെ ഗോത്രങ്ങൾ. 6 ഗോത്രങ്ങളിൽ ദത്താത്രേയൻ തുടങ്ങിയിട്ടുള്ള ആളുകളായിട്ട് ബ്രാഹ്മണരായിട്ട്, ദത്താത്രേയൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ്. അപ്പോൾ ദത്താത്രേയൻ തുടങ്ങിയിട്ടുള്ള ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നു എന്നതിനാൽ ഭഗവാന് ബ്രാഹ്മണ എന്ന് നാമം. ബ്രഹ്മ അണതി നയതി ഇതിവ നൈരുക്താഹ. ബ്രാഹ്മണ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം പറയാണ്, ബ്രഹ്മത്തെ പാരായണം ചെയ്യുന്നു എന്നർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് നാമം. ബ്രഹ്മത്തെ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം. അപ്പോൾ വേദം പാരായണം ചെയ്യുന്നു, വേദം അധ്യയനം ചെയ്യുന്നു എന്നതിനാൽ ബ്രാഹ്മണ എന്ന് നാമം. അർത്ഥത്തിൽ ഭഗവാന് 672 നാമം ബ്രാഹ്മണ.